ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രാജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ക്യാരറ്റും അതുപോലെ തന്നെ കുറച്ച് നെല്ലിക്ക ഉണ്ടായിരുന്നു, അത് രണ്ടും കൂടെ അച്ചാറിടുന്ന വീഡിയോ ആണ്. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കട്ടയ്ക്കൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിത് കണ്ടോ 4 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ദിവസമായി മേടിച്ച് വെച്ചിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇനിയിപ്പം അച്ചാറിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകി വെള്ളമൊന്നുമില്ലാതെ തുടച്ചെടുത്തതാണ് ഇത് നമുക്കിതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് അരിയാം, എങ്ങനെ വേണേലും. പക്ഷേ ഞാനിപ്പോൾ ഇതുപോലെ നീളത്തിൽ ചെറുതായിട്ട് കട്ടി കുറഞ്ഞാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റ് എല്ലാം തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഏകദേശം ഇതേ ഒരു വലിപ്പത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞില്ലേ ഒരു 5-8 നെല്ലിക്ക ഉണ്ടായിരുന്നുള്ളൂ, അതൊന്ന് ജസ്റ്റ് ആവി കയറ്റി ഇതുപോലെ അടർത്തി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതല്ല, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, കറിവേപ്പില, ഒരു ചെറിയൊരു കഷ്ണം തന്നെ ഇഞ്ചി, ചെറുതെന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ടൈപ്പ് കേട്ടോ. ഒരു 2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ വെളുത്തുള്ളി ഞാൻ കണ്ടിച്ചിട്ടില്ല കേട്ടോ, മുഴുവനായിട്ടായിട്ടിരിക്കുന്നത്, അത് പിന്നീട് പറയാവേ. പിന്നെ പച്ചമുളക്, കറിവേപ്പില. അങ്ങനെ നമ്മുടെ പാന അടുപ്പിൽ വെച്ച് ചൂടായി വന്നതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേ. ഇനി ഞാനത് കണ്ടോ, ആ മുഴുവനായിട്ടുള്ള വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ആ എണ്ണയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അരിയാതെ എടുത്തത്. അരിഞ്ഞ സമയം കളയണ്ട. പിന്നെ അത് തന്നെയല്ല, മുഴുവനായിട്ടുള്ള വെളുത്തുള്ളി കടിച്ച് തിന്നുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പം അങ്ങനെ ഞാൻ ഈ വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഒരു ഏകദേശം 1-2 മിനിറ്റ് കേട്ടോ, അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല. ജസ്റ്റ് ഒന്ന് വാടി വന്ന സമയത്ത് ഞാൻ ആ ക്യാരറ്റ് കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് അതും ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടേ. ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യണ്ട. നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിത് കോരി മാറ്റാം കേട്ടോ. എന്നിട്ട് സെയിം ഈ പാനിൽ തന്നെയാണ് ഞാൻ അച്ചാറിടുന്നത്. അപ്പോൾ ആ എണ്ണയിൽ തന്നെയാണ് കുറച്ച് എണ്ണയും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ കുറേ നാളത്തേക്കിന് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ ഇതിപ്പോൾ ഒരാഴ്ച കൊണ്ട് തീരും കേട്ടോ. അതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണയൊക്കെ നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം കേട്ടോ. അച്ചാറെല്ലാം തന്നെ നല്ലെണ്ണയിൽ ഇടുന്നതാണ് നല്ലതെന്ന് ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഒരാഴ്ച കൊണ്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ തീരും കേട്ടോ. ഇവിടെ അച്ചാറുണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ചാർ. അപ്പോൾ കടുകെല്ലാം നമ്മുടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഉണ്ടല്ലോ, ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇഞ്ചി ഇട്ട് കൊടുത്ത് അതും ഒന്ന് ജസ്റ്റ് ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആവണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ ഈ അച്ചാറിടുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ഒരുപാട് മൂപ്പിക്കുന്നത് നല്ലതല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി. ഈ ഒരു സമയത്ത് നമുക്കിനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ കറിവേപ്പിലയും പച്ചമുളകും അതും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ജസ്റ്റ് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാവേ. ഈ ഒരു സമയത്ത് ഒരുപാട് ഹൈ ഫ്ലെയിമിലൊന്നും വെച്ച് ചെയ്യണ്ട, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതിയേ. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇനി കടയിൽ നിന്നൊക്കെ മേടിച്ച് ഒരുപാട് കെമിക്കൽസൊക്കെ അടങ്ങിയ അച്ചാറിനൊക്കെ ഇനി നല്ലത് നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതല്ലേ. അപ്പോൾ അതാ നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും അതുപോലെ തന്നെ കറിവേപ്പിലയെല്ലാം ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവേ. അപ്പം ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത മുളക് പൊടിയാണ്. ഏകദേശം 2.25 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാനൊരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഉലുവാപ്പൊടിയും അതുപോലെ തന്നെ കായവുമാണ്. അപ്പം 1/4 ടേബിൾ സ്പൂണോളം ഉലുവാപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കായം കൂടി ഇട്ട് കൊടുക്കാവേ. അതും ഏകദേശം 1/4 ടേബിൾ സ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ആ പൊടികളുടെയൊക്കെ ഒന്ന് പച്ചമണം മാറുന്ന വരെ നമുക്ക് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ശേഷം നമുക്ക് വിനാഗിരി ഒഴിക്കാം കേട്ടോ. നമ്മുടെ പൊടികളെല്ലാം നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു 1/4 കപ്പ് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 1/4 കപ്പ് വിനാഗിരി ഒഴിച്ചു. കാരണം ഒരുപാടില്ലല്ലോ, ആകെ 3-4 ക്യാരറ്റല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ്. അപ്പം നിങ്ങളുടെ അച്ചാറിൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കാവേ. അതുപോലെ തന്നെ കുറച്ച് ഞാൻ തിളപ്പിച്ചാറിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം എനിക്ക് ഇച്ചിരി ഒരു ലൂസായിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം അച്ചാറൊക്കെ, അതുകൊണ്ട് ഞാൻ തിളപ്പിച്ചാറിയ വെള്ളം കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കാം. അപ്പോൾ അതാ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് മുന്നിട്ട് വേണം നിൽക്കാനായിട്ട്. അപ്പം നമുക്ക് കുറച്ചേറെ തന്നെ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഉപ്പുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ആദ്യം തന്നെ അതാ വേവിച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഉണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. നെല്ലിക്ക ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഇതാ നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന ക്യാരറ്റും വെളുത്തുള്ളിയും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 10-15 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ നമുക്കിതുപോലെ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി. നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിച്ച് ഉപയോഗിക്കുന്നതിനൊക്കെ കഴിഞ്ഞ് എത്രയോ നല്ലതാണ്, നമ്മുടെ ഹെൽത്തിനും നല്ലതാണ്. അപ്പം നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങൾ മൊബൈലൊക്കെ തോണ്ടിയിരിക്കുന്ന സമയത്ത് നമുക്കിതൊക്കെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ഹെൽത്തി ആയ ഫുഡ് കഴിക്കാം. അപ്പോൾ ഇതാ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മുടെ അച്ചാറൊക്കെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു 3-4 മിനിറ്റിന് ശേഷമുള്ളതാണിത്. ഇത് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ അച്ചാർ നല്ല അസലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ചാറ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ അച്ചാർ. ഒന്ന് തണുക്കാൻ വേണ്ടി തന്നെ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടില്ലേ, നല്ല കളറും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നിങ്ങളും തയ്യാറാക്കി നോക്കുക. എന്നിട്ട് എന്തായാലും നിങ്ങൾ നല്ലതാണേലും ചീത്തയാണേലും എന്താണേലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. വേണ്ടില്ലേ, നല്ല സൂപ്പർ അച്ചാറാണ് കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വരും വരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.